بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ആദരണീയരായ അധ്യക്ഷൻ കുഞ്ഞബ്ദുൽ ഉസ്താദ് അവർകളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം ജില്ലാ അധ്യക്ഷൻ പള്ളങ്കോട് ഉസ്താദ്, മറ്റു വേദിയിലെ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമറുൽ ഫാറൂഖ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ പ്രിയപ്പെട്ട പ്രവർത്തകന്റെ വിയോഗത്തിന്റെ 1ാം വാർഷിക സമയമാണിപ്പോൾ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാധാരണഗതിയിൽ ഒരാൾ അനുസ്മരിക്കപ്പെടുന്നത്
മഹത്വം പറയപ്പെടുന്നത് ഒന്നുകിൽ വിലായത്തിന്റെ പദവിയിലെത്തി വലിയ കറാമത്തുകൾ കാണിച്ച് നമുക്ക് ആത്മീയമായ നേതൃത്വം നൽകുന്ന മഹത്തുക്കളുടെ മദഹുകൾ പാടി പറയാറുണ്ട്. വലിയ ഇൽമിന്റെ ബഹറുകളായ മഞ്ഞനാടി ഉസ്താദിനെ പോലെ, ആലമ്പാടി ഉസ്താദിനെ പോലെ, മഹാന്മാരായ പണ്ഡിതന്മാരെ പോലെ ലോകത്തെ ഇൽമു കൊണ്ട് നിറക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകളുടെ മഹത്വവും ശിഷ്യന്മാരും അനുയായികളും പാടി പറയാറുണ്ട്. ഇതൊന്നുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുകയും ഈ നാട്ടിന്റെയും പരിസരങ്ങളിലുമുള്ള സകല വിശ്വാസിയുടെയും മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഓർത്തുവെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നന്മയുടെ തുടക്കവും ഒരു നന്മയുടെ പ്രകാശവും ചൊരിച്ചു കൊടുക്കാൻ കാരണമാകുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് വർഷമൊന്നു കഴിയുമ്പോഴേക്ക് ഇതുപോലെ പ്രൗഢമായൊരു സദസ്സിൽ അനുസ്മരിക്കപ്പെടാൻ മാത്രം ഉമറുൽ ഫാറൂഖിന്റെ ആത്മീയമായ വളർച്ച. സഹോദരങ്ങളെ, കേരളീയ സമൂഹത്തിൽ എപ്പോഴും ആത്മീയമായി മുന്നിൽ നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ നൂറുൽ ഉലമയുടെയും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും വഫാത്തിനു മുമ്പ് നമുക്കെല്ലാവരുടെയും ആത്മീയ ഗുരുവും നേതൃത്വവുമായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനിൽ ബുഖാരിയും സതീർത്ഥനായ കൂട്ടുകാരനായ മഞ്ഞനാടി ഉസ്താദും ആലമ്പാടി ഉസ്താദ് അടക്കമുള്ള മഹാന്മാര് നേതൃത്വം നൽകിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ അവരുടെ ഓരം പറ്റി, അവരുടെ ചാരത്തുനിന്ന്, അവരുടെ ചെരുപ്പെടുത്ത്, അവരുടെ പിന്നിൽ അണിനിരന്ന് മഹാന്മാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്ന് ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് സ്വയം ഉത്തരം കണ്ടെത്തി പാവപ്പെട്ട മനുഷ്യന് എന്റെ ജീവൻ കൊണ്ട് എനിക്ക് അല്ലാഹു നൽകിയ തുച്ഛമായ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സ്വയം ചിന്തിക്കുകയും മറുപടി കണ്ടെത്തുകയും ചെയ്തതിന്റെ ഓർമ്മപ്പെടുത്തലും പുതുക്കലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിസരങ്ങളിൽ നിന്ന് ഈ ജനങ്ങൾ ഈ സദസ്സിലേക്ക് എത്തുന്നത് ഉമറുൽ ഫാറൂഖിനോട് അവരുടെ മനസ്സിലുണ്ടായ സ്നേഹത്തിന്റെ, അവരോടുണ്ടായ ആ ഉമറുൽ ഫാറൂഖ് എന്ന കൂട്ടുകാരനോടുണ്ടായ മഹബ്ബത്തിന്റെ ഒരു പ്രകടനമാണ്. എന്തുകൊണ്ട് ഉമറുൽ ഫാറൂഖിനെ നാം സ്നേഹിച്ചു? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ശൈലിയെ പരിചയപ്പെടുത്തുകയാണ്. കാലം പിടിച്ച് സത്യം ചെയ്ത്, വല്ലഅസുർ, കാലം തന്നെ സത്യം, മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ആയുസ് തന്നെ സത്യം, മനുഷ്യൻ അല്ലാഹു നൽകുന്ന സമയം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യ സമൂഹം മുഴുവനും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. 4 കാര്യങ്ങളാണ് വിജയികളുടെ മഹത്വമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. 4 കാര്യങ്ങളുള്ളവർ മാത്രം വിജയിക്കുകയും അല്ലാത്ത മുഴുവൻ ആളുകളും പരാജയത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. കാലത്തെ വിളിച്ച് മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തെ പിടിച്ച് മനുഷ്യന്റെ സമയത്തെ സെക്കൻഡുകളെ പിടിച്ച് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്യുന്നു. സമയം, കാലം തന്നെ സത്യം, മനുഷ്യർ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികൾ ഒഴികെ. വിശ്വാസം എന്ന് പറയുന്നത് ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പരച്ചു കാണിച്ച അഹ്ലുസുന്നയുടെ ആദർശം. മഹാനായ അബൂനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗലോകത്തു നിന്ന് ഹവ്വാ ഉമ്മയെയും ഭൂമിയിലേക്ക് പറഞ്ഞിടുമ്പോ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. അല്ലാഹു പറഞ്ഞ വാക്ക് ഖുൽഹബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദമേ, ഹവ്വ, നിങ്ങൾ രണ്ടുപേരും ഭൂമിയിലേക്ക് ഇറങ്ങുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്റെ ഭാഗത്തും നിങ്ങൾക്ക് ദർശനം വന്നുകൊണ്ടിരിക്കും. ഫമൻ തബിയ ഹുദായ, എന്റെ ഹിദായത്തിനെ വല്ലവനും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് അവർക്കൊരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല, പേടിക്കേണ്ടതില്ല, അവർ ആഖിറത്തിൽ പരാജയപ്പെടുകയില്ല. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകൾ കൊണ്ട് അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്യുന്നവർ, ഉലൈക വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ കാലകാലം നരകത്തിൽ ആപതിച്ചു പോകുമെന്നും പരിശുദ്ധ ഖുർആൻ. ഏതാണ് ആ വിശ്വാസം? 1,24,000 അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധ ആശയം. ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ട നുബുവത്തിന്റെ പരമ്പര,
ആ മഹാന്മാര് കാണിച്ച വഴി, മഹാന്മാരായ അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീൻ സ്വഹാബികളിലേക്ക് കൈമാറി, താബിഉകളിലേക്ക് കൈമാറി, തബഉ താബിഉകളിലേക്ക് കൈമാറിയ പരിശുദ്ധമായ ദീൻ. ആ ദീനിന്റെ അന്തസത്ത അതുപോലെ നിലനിർത്താൻ ഈ കേരളീയ സമൂഹത്തിന് ഇന്ന് നൽകുന്ന ഏറ്റവും ഉന്നതമായ, വേൾഡിൽ തുല്യതയില്ലാത്ത, ലോകത്ത് തുല്യതയില്ലാത്ത നേതൃത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മഹാനായ ഈ നൂറ്റാണ്ടിന്റെ നൂറായ MA ഉസ്താദിന്റെ കരങ്ങളിൽ ഭദ്രമായി കിടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സംഘടനയുടെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിശുദ്ധമായ സമസ്ത കേരള സുന്നി യുവജന സംഘം, വിദ്യാർത്ഥികളുടെ SSF, നമ്മുടെ പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖ് അവിടെയാണ് നമ്മുടെ മുമ്പിൽ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഇഷ്കും സ്നേഹവും ചൊരിഞ്ഞു തരുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ വളരെ ചെറിയ ആയുസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകാരന് നൽകിയ വളരെ ചെറിയ ആയുസ് കൊണ്ട് ഈ ആയുസിൽ ഓ ഖാലിദിനെ പോലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഓ ഖാലിദിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു SSF-കാരൻ പുതിയതായി ഉണ്ടാവുകയാണ്. കാരണം ഓ ഖാലിദിന്റെ ജീവിതം വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഉമറുൽ ഫാറൂഖിനെ കേൾക്കുമ്പോൾ SSF-ലേക്ക് കൂട്ടുകാർ ആകർഷിക്കുകയാണ്. കാരണം ഉമറുൽ ഫാറൂഖ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്ന പരിശുദ്ധ ഖുർആൻ മഹാന്മാരുടെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, ലോകത്ത് തഖ്വയുള്ള ആളുകൾക്ക് ഞങ്ങളെ ഇമാമാക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ലോകത്ത് തഖ്വയുള്ള ആളുകൾക്ക്, ഈമാനുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഞങ്ങളെ നോക്കിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വല്ലതും പകർത്താനും അനുകരിക്കാനും അനുധാവനം ചെയ്യാനും പറ്റുന്ന നിലക്ക് ഞങ്ങളെ നീ സംസ്കാരമുള്ളവരാക്കണം, തുടരപ്പെടാൻ പറ്റുന്നവരാക്കണമെന്നാണ് അതിന്റെ അർത്ഥം. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഉമറുൽ ഫാറൂഖിന്റെ ജീവിതം കണ്ട് ഈ നാട്ടിലുള്ള പരിസരങ്ങളിലുള്ള ചെറുപ്പക്കാർ അവരുടെ യുവത്വത്തിന്റെ തുടിപ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറാകണം. അവിടെയാണ് ഉമറുൽ ഫാറൂഖിനെ നമുക്ക് പിൻപറ്റാൻ കഴിയുന്നത്. നമ്മുടെ യൗവനത്തിന്റെ തുടിപ്പ്, നമ്മുടെ യൗവനത്തിന്റെ ചുറുചുറുക്ക്, നമ്മുടെ വല്ലാത്ത ഈ ഉന്മേഷം, ഇത് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സമർപ്പിക്കാൻ കഴിയണം. ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ട്. സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടു, മലയോര മേഖല, എന്റെ നാട് ഓട്ടപ്പടവ് അടക്കമുള്ള മൗക്കോട് ഭാഗത്ത് അടക്കമുള്ള മലയോര മേഖലകൾ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് 40-45 കിലോമീറ്റർ അപ്പുറത്തേക്ക് പാവപ്പെട്ടവനായ ഉമറുൽ ഫാറൂഖ് പണ്ഡിതനല്ല, വലിയ ആലിമല്ല, വലിയ സമ്പന്നനുമല്ല, വലിയ ആരോഗ്യമുള്ള ആളുമല്ല. പാവപ്പെട്ടവനായ ഉമറുൽ ഫാറൂഖ് എന്ന കൂട്ടുകാരൻ വേനൽക്കാലത്ത് വെള്ളമില്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഈ നാട്ടിലും പരിസരങ്ങളിലും അദ്ദേഹത്തിന് പരിചയമുള്ള പണക്കാരെ സമീപിച്ച് അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ആ പണം അർഹിക്കുന്ന നിലക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ സംവിധാനമുണ്ടാക്കി വെള്ളമില്ലാതെ പാടുപെടുന്ന പാവപ്പെട്ട ചെറ്റക്കുടിയിൽ താമസിക്കുന്ന മലയോര മേഖലകളിലുള്ള പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പാടുപെട്ട് പരിശ്രമിച്ച ഉമറുൽ ഫാറൂഖിന്, ഓ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖളാ കൊണ്ട് മരണം സംഭവിച്ചെങ്കിലും അന്ന് വെള്ളം കുടിച്ച ഏതെങ്കിലും ഒരു ഉമ്മ, അന്ന് ഉമറുൽ ഫാറൂഖ് കൊടുത്ത വെള്ളം കുടിച്ച ഏതെങ്കിലും ഒരു സഹോദരി, ആ ഉമറുൽ ഫാറൂഖ് കൊടുത്ത വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച് ഭക്ഷണം പാകം ചെയ്തത് കഴിച്ച ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ പോകട്ടെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശാലമായ കാരുണ്യത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് സ്തുതി എന്ന മഹത്തായ വചനം ഉരുവിട്ടാൽ ഉമറുൽ ഫാറൂഖ് ആകുന്ന ഈ കുടിവെള്ളത്തിന്റെ ദാതാവ്, കുടിവെള്ളം കൊണ്ടുക്കെടുക്കാൻ കാരണക്കാരനായ ഉമറുൽ ഫാറൂഖിന്റെ ഖബറിടത്തിലേക്ക്, മഖ്ബറയിലേക്ക് ആ ഒരു ഹംദിന്റെ മാസ്മരിക ശക്തിമതി സഹോദര അവിടെ പ്രകാശപൂരിതമാകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമറുൽ ഫാറൂഖ് അവിടെയാണ് നമ്മിൽ നിന്ന് വിദഗ്ധനാകുന്നത്. നാം ഉറങ്ങിയ സമയത്ത് ഉമറുൽ ഫാറൂഖ് എഴുന്നേറ്റ് പ്രവർത്തിച്ചു. നാം അലസത കാണിച്ച സമയത്ത് സടകുടഞ്ഞ് ഉമറുൽ ഫാറൂഖ് സജീവമായി പ്രവർത്തിച്ചു. നാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നേരെ നോക്കി ഉമറുൽ ഫാറൂഖ് പ്രവർത്തനം നടത്തി. ഇവിടെ ഉമറുൽ ഫാറൂഖിനെ അനുസ്മരിക്കുമ്പോ പള്ളങ്കോട് ഉസ്താദ് പറഞ്ഞതുപോലെ കുറെ ഉമറുൽ ഫാറൂഖുകൾ ഉണ്ടാകണം, കുറെ മഹത്തുക്കളായ പ്രവർത്തകന്മാരുണ്ടാകണം. പഴയ കടപ്പുറം മഹാന്മാരായ ആലിമീങ്ങളെ കൊണ്ട് ധന്യമായ നാടാണ്. അള്ളാഹു നമ്മുടെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകട്ടെ.
നമ്മുടെ മുമ്പിൽ മക്ബറയിൽ പ്രൗഢിയോടെ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മഞ്ഞനാടി ഉസ്താദ് നിരവധി ത്വരീഖത്തുകളുടെ ശൈഖും ആത്മീയ ഗുരുവുമായി നമുക്ക് എത്രയോ കാലം നേതൃത്വം നൽകിയ ആളാണ്. ഒരുപാട് നൂറുകണക്കായ ആയിരക്കണക്കായ ആലിമീങ്ങളുടെ ഗുരുവര്യരായ ആലമ്പാടി ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ആലമ്പാടി ഉസ്താദ് ആ മഹാനുഭാവൻ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വല്ലാത്ത ആവേശമുള്ള മഹാനവർകളുടെ പേരിൽ നാമധേയത്തിൽ സുന്നി സെന്റർ നമ്മുടെ അഭിമാനമായി പരിസരങ്ങളുടെ കേന്ദ്രമായി പഴയ കടപ്പുറത്തിന്റെ മുഖം ചായ തന്നെ മാറാൻ പോകുന്ന നിലക്ക് സുന്നി സെന്ററിന്റെ പ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം ഈ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ SYSന്റെ പ്രവർത്തനങ്ങളായാലും SSFന്റെ പ്രവർത്തനങ്ങളായാലും എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് കിട്ടേണ്ടത് ഉമറുൽ ഫാറൂഖ് ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ് ആഗ്രഹിച്ചത്. ഈ ആഗ്രഹം നമ്മുടെ കൽബിൽ വേണം. മഞ്ഞനാടി ഉസ്താദ് നടന്ന വഴിയിലൂടെ, ആലമ്പാടി ഉസ്താദ് സഞ്ചരിക്കുന്ന വഴിയിലൂടെ, മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ, ഇഷ്കിന്റെ വഴിയിലൂടെ നിങ്ങൾ കടന്നുപോകൂ. മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദിന്റെ വീട്ടിലേക്ക് MA ഉസ്താദിനെ കാണാൻ വേണ്ടി പോകുമ്പോ ഇപ്പോഴും വിശ്രമിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്ന MA ഉസ്താദിനെ സമീപിക്കുമ്പോൾ ഒന്നുകിൽ എഴുതുകയാണ്, അല്ലെ വായിക്കുകയാണ്, അല്ലെ ഖുർആൻ ഓതുകയാണ്, അല്ലെ തസ്ബീഹ് ചൊല്ലുകയാണ്. വിശ്രമമെന്ന് പറഞ്ഞാൽ ടെലിവിഷൻ കാണലല്ല, വിശ്രമമെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലല്ല, എഴുതുകയാണ്, വായിക്കുകയാണ്, ഓതുകയാണ്, നിസ്കരിക്കുകയാണ്. പോകുന്ന ആളുകൾക്ക് മുഴുവനും ബഹുമാനപ്പെട്ടവർ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ആ സമ്മാനം നിങ്ങൾ പോയാൽ നിങ്ങൾക്കും കിട്ടും. ഒരു നിബന്ധനയേ ഉള്ളൂ, ഒന്നും കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഒരു നിബന്ധനയാണ് വെക്കുന്നത്, ഇത് വാങ്ങിയിട്ട് വിട്ടുപോയി ചെല്ലണം കേട്ടോ. സ്വലാത്തിന്റെ ക്രോഡീകരിച്ച പുസ്തകമാണ്, കിതാബാണ്. സ്വലാത്തു ചൊല്ലാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ ധന്യ നേതൃത്വം. സ്വലാത്തു ചൊല്ലാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ നേതൃത്വം. കാരണം നമുക്ക് ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം വേണം. മഹാന്മാരുടെ മദതും തണലും വേണം. എല്ലാറ്റിലും ഉപരി മുഅ്മിനീങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി നിൽക്കാൻ നമുക്ക് കഴിയണം. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഉമറുൽ ഫാറൂഖ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം, നല്ല കാരുണ്യമുള്ള മനസ്സുകൾക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നത്. യർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ലോകത്തുള്ളവർക്ക്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശ ലോകത്തുള്ളവർ നിങ്ങൾക്ക് കാരുണ്യം ചൊരിയുമെന്നല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കൊണ്ട്, ചെറിയ ജീവിതം കൊണ്ട്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, നല്ല വിശ്വാസവും നല്ല പ്രവർത്തനങ്ങളും, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, പരസ്പരം നന്മ കൊണ്ടും ക്ഷമ കൊണ്ടുമുള്ള ഉപദേശവും പരപൂരകങ്ങളായി പ്രവർത്തിച്ച് SYSന്റെ പ്രവർത്തകരായി, SSFന്റെ പ്രവർത്തകരായി മഹാന്മാരുടെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. SYSന്റെ 60ാം വാർഷികം നടക്കുമ്പോ കാര്യമായി മുന്നോട്ട് വെക്കുന്ന ആശയം, കാര്യമായി നമുക്ക് നൽകുന്ന ആശയം സ്വാന്തന പ്രവർത്തനങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഇതാ ഒരു വീൽ ചെയർ ഉണ്ട്. ഉമറുൽ ഫാറൂഖിന്റെ വഫാത്തിന്റെ ആണ്ടിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പൊതുപരിപാടിയിൽ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ അവശത അനുഭവിക്കുന്ന ഒരു രോഗിയായ ആൾക്ക് അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് സമാധാനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഉമറുൽ ഫാറൂഖിന്റെ കൂട്ടുകാർ അവരുടെ പേരിൽ ഒരുക്കിയിരിക്കുന്നത്. റബ്ബേ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അതാർക്കാണോ കിട്ടുന്നത് അവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഇതിന്റെ സവാബ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ
ഞങ്ങളുടെ പ്രിയപ്പെട്ട സതീർത്ഥനായിരുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ ഖബറിലേക്ക് നീ വലിയ ബറക്കത്തുള്ള ഹദിയയായി എത്തിക്കണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ശാന്തി നൽകണേ റഹ്മാനേ, സമാധാനം നൽകണേ റഹ്മാനേ, മക്കളെയൊക്കെ നന്നാക്കണേ റഹ്മാനേ. ഞങ്ങളുടെയും കുടുംബത്തിലെയും ഒരാളെയും നീ യതീമുകളായി മക്കളെ മാറ്റരുതേ റഹ്മാനേ. ഓ സഹോദരങ്ങളെ, പരിശുദ്ധ ദീനിന്റെ കാരുണ്യം വലിയ വിശാലമായ വിഷയമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിക്കാൻ പറ്റുന്ന സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. SYSന്റെ സ്വാന്തന കേന്ദ്രം 6000 യൂണിറ്റുകളിൽ തുടങ്ങാനുള്ള പരിപാടിയാണ്. 6000 യൂണിറ്റുകളിൽ സ്വാന്തന കേന്ദ്രം തുടങ്ങാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ SYSന്റെ സംസ്ഥാന നേതൃത്വം നമുക്ക് നിർദ്ദേശം തരികയാണ്. എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ടവർ, അവരുടെ കൈപിടിക്കാൻ ആളുകളുണ്ട് എന്ന ബോധം പാവപ്പെട്ടവരുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട SYSന്റെ കൂട്ടുകാരനെ സംരക്ഷിക്കുമെന്ന ബോധം നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക്, അത് SYSകാരനായാലും അല്ലാത്തവനായാലും മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും മനുഷ്യജാതിക്ക് മുഴുവനും, SYSകാരൻ സമാധാനവും സ്വാന്തന കേന്ദ്രത്തിലെ സജീവ പ്രവർത്തകരുമായി മാറണം. അല്ലാഹു മാറ്റിത്തരട്ടെ. ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ നമുക്ക് പ്രചോദനമായി നിൽക്കുന്നത് നമ്മുടെ മഹാന്മാരായ നേതൃത്വമാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? രണ്ടാം ഖലീഫയായി ലോകത്ത് വലിയ നേതൃത്വം നൽകിയ ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ആ സ്വാന്തന പ്രവർത്തനങ്ങളായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഉമറുൽ ഫാറൂഖ് എന്ന കടപ്പുറത്തുള്ള പ്രവർത്തകന്റെ മനസ്സിലേക്കും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അധികാരം കിട്ടിയപ്പോൾ ഉറങ്ങിയില്ല. ഉറങ്ങാൻ സൗകര്യമുണ്ടായിട്ടും ഉറങ്ങിയില്ല. കാരണം എനിക്ക് അല്ലാഹു നൽകിയ അധികാരം കൊണ്ട് ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആലോചന. നടക്കുകയാണ്. ഒരു ദിവസം പാതിരാ സമയത്ത്, അത് പതിവാണ്, തന്റെ നാട്ടിലുള്ള ഭരണീയരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചുള്ള നടത്തമാണ്. ആ നടത്തത്തിലാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ തീ കത്തുന്നത് കാണുന്നത്. ഒരു വഴിവക്കിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയി നോക്കുമ്പോ ഒരഅറാബിയായ ജടപിടിച്ച താടിരോമങ്ങളുള്ള, മുടിയൊക്കെ ജടപിടിച്ച ഒരു പ്രാകൃതനായ മനുഷ്യനാണ് ആ തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ഖൈമയുണ്ട്, ഒരു ഷെഡുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോയി സലാം ചൊല്ലി മടക്കി. നിങ്ങൾ എവിടെയാണ്? അയാൾ പറഞ്ഞു, ഞാൻ എവിടെങ്കിലും ആയിക്കോട്ടെ, ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വഴിയിൽ തീയിടുന്നത്? അയാൾ മെയിൻറ്റ് ചെയ്യുന്നില്ല, ചോദ്യം ഗൗനിക്കുന്നില്ല. അയാൾ പിന്നെയും തീ കത്തിക്കുകയാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ട ഖലീഫയാണെന്ന് പറയില്ല, വളരെ ഫഖീറിന്റെ കോലത്തിലാണുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനോട് പിന്നെയും നിർബന്ധിച്ച് ചോദിക്കും. അയാൾ പറഞ്ഞു, സുഹൃത്തേ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 2 മലകൾക്കപ്പുറത്താണ് ഞാനും എന്റെ കുടുംബം, എന്റെ ഭാര്യയും താമസിക്കുന്നത്. പട്ടിണിയിലാണ്, അധികവും കൂലിയും വേലയും ഒന്നുമില്ല. മദീനയിൽ ഉമറിന്റെ ഗവൺമെന്റ് നൽകുന്ന റേഷനുണ്ട്, പാവപ്പെട്ടവർക്ക് നൽകുന്ന റേഷൻ, അത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മാസത്തിൽ കിട്ടുന്ന റേഷനുണ്ട്, അതല്ലാതെ മറ്റു വരുമാനങ്ങളൊന്നുമില്ല, ജീവിക്കാനൊരു വഴിയുമില്ല. ഇപ്പോൾ എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യയെ കൂട്ടി അടുത്ത മാസം അവൾക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. ഭാര്യയെയും കൂട്ടിയിട്ട് നേരെ ഖലീഫയെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഞങ്ങൾക്ക് ഈ മാസവും അടുത്ത മാസവും ജനിക്കാൻ പോകുന്ന കുട്ടിക്കടക്കം റേഷൻ പാസാക്കിയിട്ട് തിരിച്ചു പോകണം. അതിനുവേണ്ടി ഭാര്യയെയും കൂട്ടിയിട്ട് നടന്നതാണ്. യാത്രയിൽ കരുതാനൊന്നും ഉണ്ടായിരുന്നില്ല. അറബികൾ സാധാരണ ചുരുട്ടിപ്പിടിക്കണ സാധനമാ ഖൈമ, തൊക്തി വെച്ചിട്ട് നടക്കണ സാധനം. അതാവശ്യം വന്നാൽ നിവർത്തിയിട്ട് കെട്ടലാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല. ഞങ്ങൾ വഴിയോരത്തേക്ക് നടന്ന് കാടും മലയൊക്കെ കയറിയിട്ട് ഇവിടെ എത്തിയപ്പോ ഈ പരിസരങ്ങളൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. ഈ പരിസരങ്ങളൊന്നും ഞങ്ങൾക്കത്ര പരിചയമില്ല. ഇവിടെ വന്ന് നോക്കുമ്പം ഭാര്യയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥത, പ്രസവ വേദനയാണെന്നാ തോന്നുന്നത്.
ഞാനുടനെ ഖൈമ നിവർത്തിയിട്ട് അവിടെ എന്റെ ഭാര്യയെ കിടത്തിയിട്ടുണ്ട്. അവളവിടെ പ്രസവവേദന കൊണ്ട് പുളയുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇവിടെ തീ കത്തിച്ചത്? പരിസരങ്ങളിലൊന്നും ഒറ്റ വീട് കാണാനില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോ ഒരു ബുദ്ധി തോന്നി, ഇവിടെ തീ കത്തിച്ചാൽ ദൂരങ്ങളിൽ കച്ചവടത്തിനു പോകുന്ന ആളുകൾ സഞ്ചരിക്കുന്ന വഴികളുണ്ടാകും. തീ ഇങ്ങനെ ഉയർന്നു കത്തുന്നത് കാണുമ്പോ തീ കാണുന്ന ഭാഗത്തേക്ക് ആളുകൾ ശ്രദ്ധിച്ചു വരും. അപ്പൊ അവരെന്നെ സഹായിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഉയരത്തിൽ തീ കത്തിക്കുന്നത്. പക്ഷെ തീ കത്തിച്ചിട്ട് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു, ആരും വന്നില്ല. അവസാനം വന്നത് ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് തന്ന് സഹായിക്കേണ്ട കോലത്തിലുള്ള നിങ്ങളാണ്. അതുകൊണ്ടാ ചോദിക്കണ്ട, പൊയ്ക്കോന്ന് പറഞ്ഞത്. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കണ്ട, സഹായത്തിനാണ് വന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. അറാബിയുടെ കഥ കേട്ടപ്പോ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനോട്, ഈ അറാബിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ ഇപ്പോൾ വരാം. ഇവിടെ തന്നെ ഇരിക്കൂ, വരാം. നേരം നടന്നു, മദീനയിലേക്ക് കിലോമീറ്റർ നടന്നു ഓടി. വീട്ടിലെത്തി പാതിരാ സമയത്ത് കിടന്നുറങ്ങുന്ന ഭാര്യ ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹയെ തട്ടി വിളിച്ചിട്ട് ഉറക്കച്ചവടോടെ കണ്ണു തുറന്ന് ഭർത്താവാകുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ നിന്ന് വളരെ വിനയത്തോടെ ചോദിച്ചു, എന്തേ വിളിക്കുന്നത്? പെണ്ണേ, പാതിരാ സമയത്ത് പടച്ച റബ്ബ് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നമ്മെ വിളിക്കുന്നു, നമുക്കൊന്ന് പോയിക്കൂടെ? വരാം. സന്തോഷത്തോടെ ഇറങ്ങി ഗോഡൌണ് തുറന്നു. യവത്തിന്റെ പൊടിയെടുത്തു, ഒലീവിന്റെ എണ്ണയെടുത്തു, ഈത്തപ്പഴമെടുത്തൊരു കെട്ടിലാക്കിയിട്ട് ചുമന്നിട്ട് മുമ്പിലങ്ങ് നടന്നു. ഭർത്താവിന്റെ പിന്നിൽ രാജ്യത്തിന്റെ പ്രഥമ വനിതയായ ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹയും നടന്നു. ഖൈമയുടെ അടുക്ക് തീ കത്തുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നിന്നെപ്പോലെ പാവപ്പെട്ടൊരു യുവതിയതാ ആ ഖൈമക്കുള്ളിൽ പേറ്റുനോവ് കൊണ്ട് പ്രയാസപ്പെടുന്നു. നീ അവൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യൂ, ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യന് റൊട്ടിയുട്ട് കൊടുക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വെള്ളമെടുത്തു കൊണ്ടുവന്ന് കുഴച്ചിട്ടൊരു കല്ലിൽ വെച്ചിട്ട് റൊട്ടി ഇങ്ങനെ ചൂടാക്കുകയാണ്. തീ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. യസ്തഖ്ബിലുൻ നാറ ഖൗഫൻ നാരി ഫീ ഗദീ വൽ ഐനു മിൻ ഖശിയത്തിൻ صالت معقيها. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നരകത്തെ പേടിച്ച് ദുനിയാവിലെ തീ ഇങ്ങനെ പാതിരാ സമയത്ത് ഊതിയിട്ട് പാവപ്പെട്ട അറാബിയായ മനുഷ്യന് റൊട്ടി ചുട്ടുകൊടുക്കുകയാണ്. റൊട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ഒലീവിന്റെ എണ്ണയും പുരട്ടിയിട്ട് ഈത്തപ്പഴവും വെച്ചൊരു പ്ലേറ്റിൽ വെച്ച് അറാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സുഹൃത്തേ, തിന്നു. ഒരൽപ്പം റൊട്ടി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തിന്നിട്ട് അറാബി ചോദിച്ചു, അല്ല, നിങ്ങൾ പിന്നെയും റൊട്ടിയിടുകയാണല്ലോ, നിങ്ങളാരാണ് എന്ന് ചോദിക്കാൻ ഞാൻ എന്റെ പ്രയാസം കൊണ്ട് മറന്നുപോയി. ഇപ്പാതിരാ സമയത്ത് ആരും സഹായിക്കാത്ത കാലത്ത് നിങ്ങൾ എങ്ങനെയാ ഞങ്ങളെ സഹായിച്ചത്? നിങ്ങൾ ആരാണ്? ഖലീഫ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേദന വന്നാലോ? അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അബ്ദുല്ലയാ, ഞാനൊരു അടിമയാണ്. ഇയാള് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അടിമക്ക് രാത്രിയിൽ ഇറങ്ങിയിട്ട് നടക്കാൻ സഞ്ചാര സ്വാതന്ത്ര്യമില്ലല്ലോ, അടിമയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ രാത്രിയിൽ ഇറങ്ങി സഞ്ചരിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മറുപടി, എന്റെ യജമാനൻ രാത്രിയിലല്ല പകലല്ല ഏത് സമയത്തായാലും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സമ്മതിച്ചിട്ടുണ്ട്. അറാബിന്റെ ചോദ്യം, അപ്പൊ നിങ്ങളെ മുതലാളി വളരെ നല്ല സയ്യിദാണല്ലേ, നല്ല യജമാനനാണല്ലേ? അതേ, എന്റെ യജമാനൻ വളരെ നല്ലവനാണ്, വളരെ റഹ്മത്തുള്ളവനാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഇയാൾ ചോദിക്കും, നിങ്ങളുടെ നാടെവിടെയാണ്? എന്റെ നാട് മക്കയിലാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെ മദീനയിലെത്തിയത്? അതും എന്റെ യജമാനൻ പറഞ്ഞിട്ട് മാറി താമസിച്ചതാണ്. അപ്പൊ ഇയാള് ചോദിച്ചു, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പരിചയമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മറുപടി, ഉണ്ട്. നിങ്ങൾ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ സ്വഹാബിയ, നിങ്ങൾ റസൂലുള്ളാഹിനെ വിശ്വസിച്ച് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വഹാബിയാണല്ലേ? അറാബി റൊട്ടി തിന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, തിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അതേ, ഞാൻ സ്വഹാബിയാണ്. അറാബിന്റെ ചോദ്യം, നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ പരിചയമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഉണ്ട്. എന്നാ സഹോദര, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ഖലീഫയെ പരിചയമില്ല.
എന്റെ നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഖലീഫയെക്കുറിച്ച് പറയുന്നത് മൂക്കിനാണ് ശുണ്ഠി എന്നാണ്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, വാളെടുത്ത് വെട്ടിക്കളയുന്ന ആളാണ്, പരിപരുത്ത ഗൗരവമുള്ള കർക്കശക്കാരനാണ്. അതുകൊണ്ട് നാളെ എന്റെ ഭാര്യയും കൂട്ടി ചിലപ്പോൾ പ്രസവിക്കുകയോ സുഖപ്പെടുകയോ ചെയ്താൽ എനിക്ക് മദീനയിൽ പോകൽ നിർബന്ധമാണ്. കാരണം റേഷൻ കഴിഞ്ഞിരിക്കുന്നു, പട്ടിണിയിലാണ് വീടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയും കൂട്ടി മദീനയിൽ പോയി ഖലീഫയെ കണ്ടാൽ എങ്ങനെയാണ് ഞങ്ങളെ പരിഗണിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഖലീഫയെ പരിചയമുണ്ടല്ലോ, ഞങ്ങളെ ഈ പരിതാപകരമായ സ്ഥിതി ഖലീഫയോട്, പ്രസിഡന്റിനോടൊന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് തീയൂതുന്ന സമയത്താണ് ഇയാൾ ഇത് ചോദിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹ്, ഈ ജനങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് കണ്ടോ? എന്റെ കൽബെന്തേ ഇങ്ങനെ മോശമായി പോയത്? എന്നെക്കുറിച്ച് ആളുകൾ എന്തേ ഇങ്ങനെ ഭയപ്പെടുന്നു? നീ എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരണം അല്ലാഹ് എന്ന് മനസ്സിലിങ്ങ് ദുആ ചെയ്തു. ഈ മനുഷ്യനോട് പറഞ്ഞു, അത് നമുക്ക് നാളെ കാര്യം ചെയ്യാം, നിങ്ങളിപ്പോൾ റൊട്ടി തിന്നു എന്ന് പറഞ്ഞ് പിന്നെയും റൊട്ടി ചുടുമ്പോഴാണ് ഖൈമയുടെ കർട്ടൻ നീക്കിക്കൊണ്ട് ഉമ്മു കുൽസു ബീബി റളിയല്ലാഹു ഒറ്റ വിളിയങ്ങ് വിളിക്കുന്നത്, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ. അങ്ങയുടെ സഹോദരൻ, അങ്ങയുടെ സുഹൃത്തൊരു ബാപ്പ, ഒരു ആൺകുട്ടിയുടെ ബാപ്പയായെന്ന് സന്തോഷമറിയിക്കൂ. ആൺകുട്ടി ജനിക്കൽ പൊതുവേ സന്തോഷമാണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ പരിസരമാണത്. ആൺകുട്ടി വലിയ അഭിമാനമാണ്. പക്ഷേ അറാബി അതൊന്നും കേട്ടില്ല. ആൺകുട്ടി ജനിച്ചതൊന്നും കേട്ടില്ല. അറാബി ശ്രദ്ധിച്ചത് ആദ്യത്തെ വിളിയാണ് അമീറുൽ മുഅ്മിനീൻ. കിസ്റയും ബറക്കും കൈസറും ഞെട്ടും 30 ലക്ഷം ചതുരശ്രമയിൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സർവാധിപതിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഇബ്ലീസ് പോലും വഴിമാറി നടക്കുന്ന ധൈര്യത്തിന്റെ, ഈമാനിന്റെ പവറുള്ള മഹാൻ, ആ മഹാനായ അമീറുൽ മുഅ്മിനീനായ ഖലീഫയാണോ അല്ലാഹ് എനിക്ക് റൊട്ടി ചുട്ടു തരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മഹത്വം അറിഞ്ഞ് ചിന്തിച്ച്, ഈ മനുഷ്യൻ തന്റെ കഥ കഴിഞ്ഞുവെന്ന് കരുതിയിട്ട് റൊട്ടി ചുടുന്ന പാത്രം കയ്യിൽ നിന്ന് താഴെ വീണുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാല് പിടിച്ചിട്ട് കരയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങെന്ത് അപരാധമാണ് കാണിക്കുന്നത്? പാവപ്പെട്ട ഏഴാം കൂലിയായ എനിക്ക്, പാവപ്പെട്ടവനായ എനിക്ക് പാതിരാ സമയത്ത് ഉറക്കമൊഴിച്ച് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് റൊട്ടി ചുട്ടു തരികയോ? അമീറുൽ മുഅ്മിനീൻ, അങ്ങ് അവിടത്തെ പണി വാങ്ങ് മതിവാക്കൂ. ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഭാര്യ, രാഷ്ട്രപതിയുടെ ഭാര്യ, ഈ രാജ്യത്തിന്റെ പ്രഥമ വനിത, ഏഴാം കൂലിയായ പാവപ്പെട്ട എന്റെ ഭാര്യക്ക് പേറ്റിന്റെ നോൻപെടുക്കുകയോ, ഈറ്റെടുക്കുകയോ, പ്രസവ ശുശ്രൂഷ ചെയ്യുകയോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ ഭാര്യയെ ഖൈമയിൽ നിന്ന് തിരിച്ചു വിളിക്കൂ അമീറുൽ മുഅ്മിനീൻ. ഞാൻ എന്റെ ഭാര്യക്ക് ഖിദ്മത്ത് ചെയ്തോളാ. അറിയാതെയാണ് ഞാൻ അങ്ങയോട് പലതും പറഞ്ഞു പോയത്. മാപ്പാക്കണം അമീറുൽ മുഅ്മിനീൻ, എന്നെ ശിക്ഷിക്കല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ട് തോളും പിടിച്ച് ഈ ചെറുപ്പക്കാരനെ അറാബിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, എടോ നീ എന്തിനാ കരയുന്നത്? ഇതെന്റെ ഉത്തരവാദിത്തമാണ് മോനെ. നാളെ കിടന്നുറങ്ങിയാൽ ഞാൻ ഈ പാതിരാ സമയത്ത് അധികാരം തന്ന റബ്ബിന്റെ ദഹത്തിൽ കിടന്നുറങ്ങിയിട്ട് നീ എന്റെ അധികാര പരിധിയിൽ പെടുന്ന സ്ഥലത്ത് വന്ന് പട്ടിണി കിടന്നിട്ട് നീയും പ്രസവവേദന കൊണ്ട് നിന്റെ ഭാര്യയും ഈ പാതിരാ സമയത്ത് എന്റെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കിടന്ന് പ്രയാസപ്പെടുമ്പോ മദീനയിൽ ഞാൻ സുഖസുഷുപ്തിയിൽ ലയിച്ച് രാജാവായി കിടന്നുറങ്ങിയാൽ നാളെ ഞാൻ പാലം കടക്കൂല മോനെ. എന്റെ റബ്ബ് എന്നോട് ചോദിക്കുന്ന സമയത്ത് അവനോട് സമാധാനം പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്റെ ഉത്തരവാദിത്വമാണ്. ഇതൊരു ഖിദ്മത്തല്ല, ഇതിന് കടപ്പാട് വേണ്ട. ഞാൻ ചെയ്തതെന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ഇതിലപ്പുറം ചെയ്യേണ്ട ആളാണ്. നീ ഭക്ഷണം കഴിച്ചോ, നീ കരയണ്ട. ഈ അറാബിക്ക് പിന്നെയും റൊട്ടി ചുട്ടുകൊടുത്തു. ആവശ്യമായ സേവനങ്ങൾ
പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഭാര്യയും കൂട്ടി തിരിച്ചു പോകുമ്പോ പറഞ്ഞു, നീ ഇനി മദീനയിൽ വരണ്ട, നിനക്കും ഭാര്യക്കും കുട്ടിക്കുമുള്ള റേഷൻ വീട്ടിലെത്തിക്കാൻ സംവിധാനം ചെയ്യാം. ഓ സഹോദരങ്ങളെ, 1 രൂപയുടെ ചെലവില്ലാതെ ജനസമ്പർക്ക പരിപാടി കണ്ടോ? പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മുടെ അഭിമാന കൂട്ടുകാരനായ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഇപ്പോൾ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികാരമില്ലയോ? പഴയ കടപ്പുറത്ത് ഉമറുൽ ഫാറൂഖ്, ഹറമിൽ നിന്ന് ഉമറുൽ ഫാറൂഖിന്റെ മയ്യിത്ത് നിസ്കരിച്ചില്ലയോ? മദീനത്തെ പള്ളിയിൽ നിന്ന് ഉമറുൽ ഫാറൂഖിന് മയ്യിത്ത് നിസ്കരിച്ചില്ലയോ? അവിടങ്ങളിൽ വെച്ച് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഉംറയിലും മറ്റും പോയ SYSന്റെയും സഹകാരികളുടെയും സംഘങ്ങൾ മയ്യിത്ത് നിസ്കരിച്ച് കൂട്ടുപ്രാർത്ഥനയിൽ ദിക്റ് ചൊല്ലിയിട്ട് ദുആ ചെയ്തില്ലയോ? എത്രയോ വേദികളിൽ, എത്രയോ യൂണിറ്റുകളിൽ, എത്രയോ സമ്മേളനങ്ങളിൽ പഴയ കടപ്പുറത്ത് 30 വയസ്സുള്ള 35 വയസ്സുള്ള ഉമറുൽ ഫാറൂഖിന്റെ പേര് പറഞ്ഞില്ലയോ? മഹാന്മാർ ഉമറുൽ ഫാറൂഖിനെ പരിചയമില്ലെങ്കിലും ഒരു ചാനലിലൂടെയാണ് ഉമറുൽ ഫാറൂഖിനെ പരിചയപ്പെട്ടത്. എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരാ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. മഹാന്മാര് പറഞ്ഞില്ലേ, നിനക്ക് വലിയ ഇൽമില്ല, നിനക്ക് വലിയ അധികാരമില്ല, നിനക്കൊന്നുമില്ല, വലിയ ആരോഗ്യമില്ല, സമ്പത്തില്ല, വാരിക്കോടി കൊടുക്കാനൊന്നുമില്ല, നീ ആകെ മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യനാണ്, നിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, നിനക്കാരും മയ്യത്ത് നിസ്കരിക്കൂന്ന് ചിന്തിച്ച് നീ ബേജാറാകണ്ട, നിനക്ക് ദുആ ചെയ്യാൻ ആളുണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട് പ്രയാസപ്പെടണ്ട, നീ കൂടിക്കോ മഹാന്മാരായ ആലിമീങ്ങളുടെ കൂടെ, മഹാന്മാരായ സയ്യിദന്മാരുടെ കൂടെ കൂടിക്കോ. മഹാന്മാരുടെ കൂടെ കൂടുമ്പോ അവരുടെ കാരുണ്യം, അവരുടെ സ്വലാഹിയത്ത് നിന്നിലേക്ക് മടിച്ചു വീശും. കാരണം അവര് ഖമറുകളാണ്, ലോകത്ത് ചന്ദ്രനെ പോലെ ഖമറുകളാണവർ. ഖമറുൽ ഉലമയാണ് നമ്മുടെ നേതൃത്വം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആ മഹാന്മാരുടെ പിന്നിൽ ദീനിന് വേണ്ടി അടിയുറച്ച് വിശ്വസിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ ഖമറുകളാണവർ. കാരണം മാഉൽ കനീഫി ഇദാ മസല മുഖ്തലിതാ ബിമാഇ നഹ്രിൻ ഫസാലത് മിൻഹു അഖ്ദാറു. അഴുക്ക് ജാലിലുള്ള വെള്ളമില്ലയോ? ബാത്റൂമിൽ നിന്ന് പോകുന്ന ചീഞ്ഞു നാറുന്ന വെള്ളമില്ലയോ? ഈ വെള്ളം ഇപ്പോൾ ദുർഗന്ധമുള്ളതാണെങ്കിലും നല്ല വെള്ളമൊഴുകുന്ന പുഴയോട് ആ വെള്ളമൊന്ന് ചേർന്നാൽ, അഴുക്കുജാലിലുള്ള വെള്ളമൊന്ന് ചേർന്നാൽ, ഫസാലത് മിൻഹു അഖ്ദാറു. മോനെ, നിന്നെ മൈൻഡ് ചെയ്യാൻ ആളില്ലാതെ, നിന്റെ പ്രയാസങ്ങളും നിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ നിന്റെ പരിസരത്തുള്ള കൂട്ടുകാര് നിന്നെ അബദ്ധത്തിൽ ചാടിക്കാൻ വാശി പിടിച്ച് മുന്നിട്ട് വരുന്ന സമയത്ത് ഒരു പ്രവർത്തന വ്യൂഹമിതാ നിന്നെ കാത്തു നിൽക്കുകയാണ്. നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തിന്? നിന്റെ ബാപ്പക്ക് ദുആ ചെയ്യുന്നവനാക്കി വളർത്താൻ, നിന്റെ ഉമ്മക്ക് ദുആ ചെയ്യുന്നവനാക്കി വളർത്തിയെടുക്കാൻ, നിന്റെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാക്കാൻ. നിനക്ക് ആഖിറം രക്ഷപ്പെടണ്ടയോ? നിനക്ക് സിറാത്ത് പാലമൊന്ന് കടക്കണ്ടയോ? നിന്റെ വലത് കയ്യിൽ കിതാബ് നേടണ്ടയോ? നിനക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ആ പരിശുദ്ധമായ ഹൗദുൽ കൗസർ ഒന്ന് വാങ്ങിക്കുടിക്കണ്ടയോ? നിനക്ക് അർശിന്റെ തണല് കിട്ടണ്ടയോ? നിനക്ക് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നടക്കണ്ടയോ? ഹബീബായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഉദ്ഘാടന സെഷനിൽ നിനക്കൊന്ന് കൂടണ്ടയോ? നീ മഹാന്മാരുടെ കൂടെ കൂടിക്കോ. SYSന്റെ പ്രവർത്തകരായിക്കോ, SSFന്റെ പ്രവർത്തകരായിക്കോ. അൽഹംദുലില്ലാ, സുന്നി സെന്റർ പ്രൗഢമായി അതാ തല ഉയർത്ത് വരികയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സഹകാരികൾക്ക് അല്ലാഹു സന്തോഷം നൽകട്ടെ. ആ പ്രവർത്തനം കൂടി പൂർത്തീകരിച്ചാൽ പഴയ കടപ്പുറത്തിന്റെ ഇസ്സത്ത് കൂടുകയാണ്, മുഖച്ഛായ മാറുകയാണ്. മുസ്ലിം കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയുടെ കാഞ്ഞങ്ങാട് പരിസരത്തിന്റെ സുന്നി മുഖം കടപ്പുറത്തേക്ക് ആത്മീയമായി ഒഴുകിയെത്തുകയാണ്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പ്രിയപ്പെട്ട ഉമറുൽ ഫാറൂഖിനെ ഓർമ്മിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖുമാരുണ്ടാകണമെന്ന ആശയം തന്നെ മുന്നിൽ വെച്ച് ആ കാരുണ്യ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലും പരമാവധി കൊണ്ടുവരണമെന്നും മഹാന്മാരുടെ കൂടെ ഒട്ടി നിൽക്കണമെന്നും നാടിന്റെ റഹ്മത്തിനു വേണ്ടി ഖൈറിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ വിധിക്കട്ടെ, സന്തോഷം നൽകട്ടെ. ബായാർ തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടു.
തങ്ങളിപ്പോൾ ഇവിടെ എത്തും. അതിനു മുമ്പ് ഇവിടെ സഖാഫി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാര് ഉപദേശിക്കാനുണ്ട്, പ്രസംഗിക്കാനുണ്ട്. എനിക്ക് തങ്ങൾ പ്രസംഗിച്ചിട്ട് വിട്ട സ്ഥലത്ത് നിന്ന് അവിടെ പ്രസംഗിക്കാൻ ഇപ്പോൾ ഒരാളില്ല. അവിടെ പരിപാടി ക്ലോസ് ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. എനിക്ക് 8 മണിക്ക് അവിടെ എത്തേണ്ടതാണ്, ഇപ്പം ഏകദേശം 8:30 മണിയായി. അപ്പൊ അതുകൊണ്ട് അവിടെ എത്താതിരിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ വിധിക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.